നമ്മൾ ഓണം ഉണ്ണുമ്പോൾ വയറ് നിറയെ എല്ലാ വിഭവങ്ങളും കൂട്ടി ഓണം ഉണ്ണുന്നതിനോടൊപ്പം നമ്മളുടെ പരിസരത്തുള്ളവരെ കൂടി ഓർത്തുകൊണ്ട് നമ്മൾ ഓണം ആഘോഷിക്കുക എന്നുള്ളതാണ്. പുതിയ വസ്ത്രവും എന്തൊക്കെയായാലും വിഭവസമൃദ്ധമായ ഊണും ഒക്കെയായിട്ട് ഓണസദ്യ ഒരുക്കി നാം കഴിയുമ്പോൾ നമുക്ക് അതിനോടൊപ്പം ഒരാളെ കൂടി നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല ഓണത്തിൻ്റെ മാഹാത്മ്യമെന്ന് വിശ്വസിച്ചു പോരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഓണത്തിൻ്റെ ആ ഒരു സമയമാകുമ്പോൾ ഞാൻ ഒരു 5 പേരെ ഏത് വിധേനയും ഒരു ഓണക്കോടി കൊടുത്ത് സഹായിക്കാൻ നാളുകളായിട്ട് ശ്രമിച്ചു പോരുന്നതാണ്. അപ്പോൾ ഇത്തവണയും അത് കൊടുക്കാൻ സാധിച്ചു. അപ്പോൾ ഓണക്കോടി വാങ്ങിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ചേച്ചിയാണ് ഈ കാണുന്നത്. അതേപോലെ മറ്റൊരാൾക്കും ഓണക്കോടി കൊടുത്തു. അപ്പോഴത് പല സന്ദർഭങ്ങളിലായിട്ടാണ് കൊടുത്തത് കേട്ടോ, ഒരേ വേദിയിൽ വെച്ചല്ല. കാരണം ഇവരെ ആകസ്മികമായിട്ട് ഞങ്ങളുടേതായ ഒരു ഓണപരിപാടി സംഘടിപ്പിച്ചപ്പോൾ അതിൽ പങ്കെടുക്കാൻ വന്നത് ഒരാൾ മാത്രമാണ്. പിന്നീട് ഇവരെ വീട്ടിൽ വിളിച്ചു, ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ച് ഇവർക്ക് ഓണക്കോടി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവരുടെ നിറഞ്ഞ സന്തോഷം, അവർക്കും വലിയ ഒരു എന്താ പറയുക, എന്നിൽ നിന്നും ഒരു കൈനീട്ടം വാങ്ങിയാലും ഒരു ഓണക്കോടി വാങ്ങിയാലും ആ വാങ്ങുന്നവർക്ക് നിറച്ച് കിട്ടുമെന്ന് വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ടുള്ളവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നിൽ നിന്ന് ഒരിക്കൽ ഓണക്കോടി വാങ്ങിപ്പോയ ഒരു വനിതയുടെ ആ ഒരു കമൻ്റ് എന്നിലേക്ക് പറയാറുണ്ട്. ഇപ്പോഴെനിക്ക് ഞാൻ കൊടുത്തതിന് ശേഷമുള്ള തുടർന്നുള്ള വർഷങ്ങളിൽ 1 അല്ല 2 അല്ല 3 അല്ല 5-ലധികം ഓണക്കോടിയാണ് എനിക്ക് എല്ലാ വർഷവും ഇപ്പോൾ കിട്ടിപ്പോരുന്നത്. അത് തുടക്കമിട്ടത് ശശികല ചേച്ചിയാണ് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് കേൾക്കുമ്പോൾ എനിക്കും മനസ്സ് നിറയും. ഇതിനൊക്കെ എന്നെ സഹായിക്കുന്നവരും എൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഞാൻ സ്നേഹത്തോടെ നന്ദിയോടെ ഒക്കെ ഓർക്കുകയാണ് ഈ നിമിഷം. എന്തൊരു പുഞ്ചിരി എന്ന് നോക്കിക്കേ. ഒരു ഓണക്കോടി കൊടുക്കുമ്പോഴേക്കും അത് കിട്ടുന്നവരിലുണ്ടാവുന്ന ആ പുഞ്ചിരി വളരെ വലുതാണല്ലേ. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ ഓണത്തിൻ്റേതായ ചില നിമിഷങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോയതാണ്. ഇനിതേ ഞങ്ങളുടെ അമൃത മെഡിക്കേഷൻ സെൻ്ററിൻ്റെ വക ആശംസകൾ പറയാനായിട്ട് വിഷമിക്കുന്ന ഞങ്ങളുടെ കൊച്ചു ടീച്ചറാണ് കേട്ടോ. പിന്നെന്താ കാണിക്കുക, ഞങ്ങളുടെ അമൃത മെഡിക്കേഷൻ സെന്ററിന്റെ മിന്നും താരങ്ങളാണ് ഇവര്. ഹായ് ദേവനന്ദ, ഹായ് ഹായ്.